ഇറാനുമായുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. സംഘർഷത്തിന്റെ ആദ്യ ദിവസത്തേക്കാൾ യുദ്ധസന്നാഹം ഇതിനായി സജ്ജമാണെന്നും പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. അതിനിടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും നടത്തിപ്പും സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നാണ് മറ്റു റിപ്പോർട്ടുകൾ. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മെറിൻ, ഈ സമാധാന ചർച്ചകൾ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളുടെ പ്രത്യേകത, ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് ഈ മുന്നറിയിപ്പുകളും വെല്ലുവിളികളും തുടരുകയും ചെയ്തു. അത് കുറേ കാലങ്ങളായി, കുറേ ആഴ്ചകളായി, മാസങ്ങളായി കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നു, ചർച്ചകളൊക്കെ വഴിമുട്ടി ഒരു തീരുമാനമാവുന്നില്ല എങ്കിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന് അമേരിക്ക പറയുകയാണ്. എന്താണ് അത്തരത്തിലൊരു പ്രസ്താവനയ്ക്ക് പിന്നിലൊപ്പം ഇറാൻ ഇത്തരം നീക്കങ്ങളെ, മുന്നറിയിപ്പുകളെ ഏത് രീതിയിലാണ് കാണുന്നത്? ഗുഡ് മോർണിംഗ് അമൃത പ്രജിൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ, ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൂടുതൽ യുദ്ധത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനായി ആദ്യഘട്ടത്തേക്കാൾ സൈന്യം സജ്ജമാണെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാൻ ഈ മുന്നറിയിപ്പുകളെ തള്ളുകയാണ്. ഹോർമുസിന്റെ നിയന്ത്രണം നിയമപരമായി തന്നെ അക്കാര്യത്തിൽ നടത്തിപ്പും അതേപോലെ തന്നെ ഹോർമുസിന്റെ നിയന്ത്രണം നിയമമാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇതിനായി പാർലമെന്റിൽ കരട് ബില്ല് വോട്ടിനിട്ടേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെയാണ് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഹോർമുസിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ IRGCയുടെ അനുമതി വാങ്ങണം, അവർ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമാണ് ഈ കപ്പലുകൾ സഞ്ചരിക്കാവൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഇറാൻ തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ പോയ ഗാംബിയൻ പതാകയുള്ള കപ്പലിനെ ആക്രമിച്ചതായിട്ട് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്ത് സമാധാന ചർച്ചകൾ തുടരുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പുകളും അതേപോലെ തന്നെ അതിനെല്ലാം തള്ളിക്കളയുന്ന ഇറാന്റെ നിലപാടുകളുമാണ് ഈ ദിവസങ്ങളിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇറാന്റെ നിലപാടെന്ന് പറയുന്നത് തുടർ ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് തന്നെ മരവിപ്പിച്ച 1200 കോടി ഡോളറിന്റെ ആസ്തികൾ വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. മാത്രമല്ല ലെബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ് പ്രധാനമായും. അതുപോലെ തന്നെ അമേരിക്കയുടെ നാവിക ഉപരോധം എന്ന് പറയുന്നത് നയതന്ത്ര ശ്രമങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് തന്നെയാണെന്നാണ് ഇപ്പോൾ ഇറാൻ വിമർശിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മൊജ്തബ ഖമനയുടെ ഉപദേഷ്ടാവാണ് ഇത്തരത്തിലുള്ള വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സമാധാന ശ്രമങ്ങൾ അകലെ എന്ന് തന്നെ പറയാൻ സാധിക്കും. സമാധാന ശ്രമങ്ങൾക്കിടയിലും ആക്രമണം അതുപോലെ തന്നെ മുന്നറിയിപ്പുകളെ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമൃത പ്രജിൻ. ശരി, മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.